എഴുമാന്തുരുത്തിൽ നടക്കുന്ന കടുത്തുരുത്തി ടൂറിസം ഫെസ്റ്റിന് പ്രൗഢോജ്വലമായ തുടക്കം. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത പതാക ഉയർത്തിയതോടെയാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. വിവിധ തരം കായിക മത്സരങ്ങളും ഫുഡ് ഫെസ്റ്റ്, കാർഷിക മേള എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത്, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ, എഴുമാന്തുരുത്ത് ടൂറിസം ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഡിസംബർ 31 വരെ എഴുമാന്തുരുത്തിൽ ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത്. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത പതാക ഉയർത്തിയതോടെ ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. ലോക ടൂറിസം മാപ്പിൽ എഴുമാന്തുരുത്ത് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് എഴുമാന്തുരുത്ത് ടൂറിസം ഫെസ്റ്റ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക ടൂറിസം മാപ്പിൽ തന്നെ വളരെ ശ്രദ്ധേയമായിക്കൊണ്ട് ഒരു ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് എഴുമാന്തുരുത്ത്. എഴുമാന്തുരുത്ത് ആ പ്രദേശം ഉൾപ്പെടുന്നത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ 15, 16, 17, 18 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് എഴുമാന്തുരുത്ത് എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് വാട്ടേഴ്സ് അവിടെയുണ്ട്. വെള്ളമാണ് എല്ലാ ആളുകളെയും എപ്പോഴും വീണ്ടും വീണ്ടും വരാനായിട്ട് ആകർഷിക്കുന്ന വെള്ളം, വള്ളം, ബോട്ടിങ്, ഇതാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പച്ച വിരിച്ച് നിൽക്കുന്ന നമ്മുടെ നെൽപ്പാടങ്ങൾ, നമുക്ക് 800 ഏക്കറിൽ കൂടുതൽ നെൽപ്പാടമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനാണ് ആളുകളെല്ലാം ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന്, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നതിന് അപ്പുറം ആഭ്യന്തര ടൂറിസമാണ് ഇപ്പൊ നമ്മളുടെ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള ഒരു സമയത്ത് ആഭ്യന്തര ടൂറിസം കൂടുതൽ ആളുകൾ അതിലേക്കാണ്, അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസം കേരളത്തിനകത്ത് തന്നെ കൂടുതൽ ഉള്ള കാഴ്ചകൾ, ഒരുപാട് ക്രൗഡ് ഉള്ളതും അല്ലാതെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. ഫെസ്റ്റിൽ കയാക്കിംഗ്, ചെറുവള്ളം കളി മത്സരം, ചൂണ്ടയിടൽ മത്സരം, വനിതകളുടെ വള്ളം കളി മത്സരം, ക്രിസ്തുമസ് ട്രീ മത്സരം, പട്ടം പറത്തൽ മത്സരം, കൂടാതെ ഫുഡ് ഫെസ്റ്റ്, കാർഷിക മേള, ആമ്പൽ വസന്തം എന്നിവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം MLA മോൻസ് ജോസഫ് നിർവഹിച്ചു. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി എഴുമാന്തുരുത്തും സമീപ പ്രദേശങ്ങളും ഉണ്ടാടക്കമുള്ള ഈ പ്രദേശങ്ങളെല്ലാം വളർന്നു വരാൻ കഴിയുന്ന വലിയ സാധ്യതകളെയാണ് നമുക്ക് ഇനി വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഒത്തുചേരാൻ കഴിയുന്ന വലിയ അവസരം ജനനായക സാഹിത്യ രംഗങ്ങളിലോളം നാടിന്റെ ഒരു മഹോത്സവമാക്കി ഈ ടൂറിസം ഡെസ്റ്റിനെ മാറ്റിയെടുക്കുന്നതിലൂടെ വർണ്ണ വ്യത്യാസമില്ലാതെ, സാമ്പത്തിക ഉച്ചനീക്കമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് ഈ ടൂറിസം ഫെസ്റ്റിലൂടെ സമ്മാനിക്കപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുവാൻ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുമെല്ലാം നല്ലതുപോലെ കഷ്ടപ്പെട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ വലിയ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് NB സ്മിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല, ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ K രൂപേഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ K സുമേഷ്, CB പ്രമോദ്, നോബി മുണ്ടയ്ക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ K സുമേഷ്, നോബി മുണ്ടയ്ക്കൻ, CB പ്രമോദ്, പഞ്ചായത്ത് സെക്രട്ടറി PT ജോസഫ്, പ്രശാന്ത് എഴുമാന്തുരുത്ത് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ മത്സരങ്ങൾക്ക് ആ സ്പോർട്ടിൽ തന്നെ പ്രൈസ് കോട്ടയത്ത് മാറി ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ വിജയികൾക്ക് ഒരു സൈക്കിൾ സമ്മാനമായിട്ട്, കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പിന്നെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പട്ടം പറത്തൽ മത്സരമാണ്. അത് 15 വയസ്സിന് താഴത്തെ കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 3001 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്, 2001 രൂപ സെക്കൻഡ് പ്രൈസും, 1001 രൂപ തേർഡ് പ്രൈസുമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ രീതിയിലും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം.
നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.